ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചായക്കടയിലൊക്കെ കിട്ടുന്ന പൊരിച്ച പത്തിരിയാണ്. അത് എങ്ങനെയാണ് പുറം നല്ല ക്രിസ്പായിട്ടും അതുപോലെ തന്നെ ഉള്ളിൽ ചെറിയ ചെറിയ ലെയറായിട്ടും കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടിയും അര ഗ്ലാസ് മൈദയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പത്തിരിക്കൊക്കെ വാട്ടുന്നത് പോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കാറ്. ഇത് ഓരോ പൊടിക്കനുസരിച്ചും വ്യത്യാസമുണ്ടായിരിക്കും. ഈ പൊടിയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി കൂട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1.25 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ലപോലെ തിളച്ച് വന്നാൽ നമുക്ക് ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കണം. അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലായിരിക്കണം. മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടോട് കൂടി തന്നെ ഇത് നമുക്ക് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ തന്നെ ഇത് ചൂടോട് കൂടി കുഴച്ചെടുക്കുക. ഇനി 1-2 ടേബിൾ സ്പൂൺ കൂടി മൈദപ്പൊടി തൂകി ഇത് നല്ല പോലെ സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് കരിഞ്ജീരകമോ അല്ലെങ്കിൽ കറുത്തെള്ളോ ഇട്ട് കൊടുക്കാം. ഇവിടെ കരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് 2 വലിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നമുക്ക് ചൂടാക്കി എടുക്കുകയും ചെയ്യാം. ഈ തിക്നെസ്സിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ഇത് നമുക്കൊരു ഗ്ലാസ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയുടെ ചൂട് എന്ന് പറയുന്നത് ഒരു മീഡിയം ചൂടായിരിക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. കാരണം ഇതിന് അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് മുരിഞ്ഞു പോവുകയും ചെയ്യും, ഉൾഭാഗം വെന്തിട്ടുണ്ടാവുകയുമില്ല. നമ്മളിത് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റിന് ശേഷം ഇത് ചെറുതായിട്ട് ഇതിൻ്റെ ഒരു സൈഡ് പൊങ്ങി വരുന്നത് കാണാം. ആ ടൈമിൽ നമ്മളിത് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം. പിന്നെ ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കേണ്ടത്. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഉൾഭാഗം നല്ല പോലെ ലെയറായി വരികയും നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യുകയുള്ളൂ. പിന്നെ ഇത് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നത് കൊണ്ട് എണ്ണ കുടിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുന്ന ഏത് സ്നാക്സ് ആണെങ്കിലും അത് കോരുന്നതിൻ്റെ 1 മിനിറ്റ് മുമ്പ് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് കോരിയെടുക്കുകയാണെങ്കിൽ എണ്ണ കുടിക്കാതെ നമുക്ക് കിട്ടും. ഇങ്ങനെ ഓരോ പത്തിരിയും നമുക്ക് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നുകൂടെ വേണമെങ്കിൽ ഇതിൻ്റെ തിക്നെസ് നമുക്ക് കൂട്ടാം. നമുക്ക് വേവിച്ചെടുക്കാൻ കുറച്ചധികം ടൈം എടുക്കുമെന്ന് മാത്രമുള്ളൂ. ഇതിൻ്റെ പുറഭാഗമൊക്കെ നല്ല ക്രിസ്പാണ്, ഉൾഭാഗം നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുമുണ്ട്. ഇത് ചായയുടെ കൂടെ കഴിക്കാനാണ് ബെസ്റ്റ്.
അല്ലെങ്കിൽ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള നോൺ വെജിൻ്റെ കൂടെ ഇത് കഴിക്കാം. നല്ല ഡ്രൈ ബീഫ് ചില്ലിയോ ചിക്കൻ ചില്ലിയോ ഒക്കെ എടുത്ത് ഇതിൻ്റെ കൂടെ കഴിക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.